Hello guys, welcome back to Snippets Outloud. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എച്ച് ടി എം എല്ലിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എച്ച് ടി എം എല്ലിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ്. അതായത് എച്ച് ടി എം എൽ പാർട്ട് 1 മുതൽ ഇത്രയും പാർട്ട് വരെ ഉണ്ടാവും. ആ ഫുള്ള് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പാർട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചേക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് എന്തായാലും ഫുള്ള് കണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാർട്ട് 1ഉം 2ഉം പൈത്തൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ കാണാൻ താല്പര്യമുള്ളവർ അത് പോയി കാണാം. പിന്നെ കുറേ ആൾക്കാർ ഈ ഐ ഡി, അതായത് നമ്മൾ പൈത്തണിന് വേണ്ടി യൂസ് ചെയ്ത ഐ ഡി നമ്മൾ കുറേ ആൾക്കാർ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പൈത്തൺ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു ഐ ഡി ആണ് പൈച്ചാം എന്ന് പറയുന്നത്. അത് ഇഷ്ടം പോലെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് പൈച്ചാമിനകത്ത്. അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എച്ച് ടി എം എൽ ആണ് കേസ്. അപ്പോൾ എച്ച് ടി എം എൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ജസ്റ്റ് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അത് നമ്മൾ ആദ്യം തന്നെ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് കേസ്. അപ്പോൾ ഈ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സൈറ്റ് ഉണ്ട്, അതിനകത്ത് പോയിട്ട് നമ്മൾ ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുന്നു, അല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ വിൻഡോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ സേവ് ഇതിലുള്ള മരത്തിൻ്റെ ഓപ്ഷൻസ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലോറർ ഓപ്പൺ ആവും, നിങ്ങളുടെ വിൻഡോസിൻ്റെ എക്സ്പ്ലോറർ ഓപ്പൺ ആവും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു വർക്ക് സ്പേസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനകത്ത് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. അപ്പോൾ ഇവിടെ ഞാൻ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് പ്രൊജക്ട്സ് ഓരോന്ന് സേവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എച്ച് ടി എം എൽ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പുതിയൊരു ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോറി, വർക്ക് സ്പേസ് വേണ്ട, ഞാൻ ഇവിടെ പുതിയതായിട്ടൊരു ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ ഫോൾഡർ. ഈ ഫോൾഡറിനകത്ത് ഞാനിപ്പോൾ പേര് കൊടുക്കുന്നു ഹലോ വേൾഡ്. നമ്മൾ നേരത്തെ കൊടുത്ത തന്നെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യും. പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ആ ഫയലിൻ്റെ പേരാണ് ഞാൻ index.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ എനിക്ക് വർക്ക് സ്പേസ് ഉണ്ട്, അതിനകത്ത് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ index.html എന്ന് പറഞ്ഞൊരു ക്രിയേറ്റ് ചെയ്തു, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ എക്സ്റ്റൻഷൻ കണ്ടോ, HTML. നമ്മൾ നേരത്തെ പൈത്തൺ പഠിച്ച സമയത്ത് അതിൻ്റെ എക്സ്റ്റൻഷൻ py ആയിരുന്നു, .py ആയിരുന്നു. അതാണ് പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ. ഇവിടെ HTML ആയതുകൊണ്ട് തന്നെ HTML എക്സ്റ്റൻഷനാണ് HTML. അപ്പോൾ ഗൈസ്, HTML തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമ്മൾ HTML കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം HTML ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആരും വിചാരിക്കരുത് HTML മാത്രം യൂസ് ചെയ്തിട്ടാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വിചാരിക്കരുത്. കാരണം HTML എന്ന് പറയുന്നത് ശരിക്കും ഒരു വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് അല്ല. വെബ് ഡെവലപ്പിംഗ് അല്ല HTML കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ വെബ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് HTML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സത്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന 2 ടൈപ്പ് ഡെവലപ്പിംഗ് ആണ്. ഒന്ന് ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗും ഒന്ന് ബാക്ക് എൻഡ് ഡെവലപ്പിംഗും. ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെ എന്തൊക്കെ വരും എന്നറിയോ, നമ്മുടെ HTML വരും, അതേമാതിരി ജാവാസ്ക്രിപ്റ്റ് വരും, CSS വരും. ഇത് 3 കാര്യങ്ങൾ. അതായത് ഒരു വെബ്സൈറ്റിന്റെ വിഷ്വൽ ആയിട്ടും അതിന്റെ ആനിമേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗിൽ വരുന്നത്. ഇനി ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് നോക്കുകയാണെങ്കിൽ സർവറിന്റെ ഡാറ്റാബേസ്, സർവർ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, സ്ക്രിപ്റ്റിംഗ്, അതൊക്കെ അതിനകത്താണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനുള്ളത്, അപ്പോൾ HTML നമുക്ക് കടക്കാം ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് ഗൈസ് നമ്മൾ HTML ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് HTML സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലൈനാണ് കേട്ടോ. അപ്പോൾ HTML സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ബ്രൗസറിനോട്. നമ്മൾ പറയണം ഇതൊരു HTML ഡോക്യുമെന്റ് ആണെന്ന് പറയണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ എന്ന് പറയും, ഡോക്യുമെന്റ് ടൈപ്പ് ഡിക്ലറേഷൻ എന്ന് പറയും. ആ ഒരു ഡോക് ടൈപ്പ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോവുക. എന്നിട്ട് നിങ്ങൾ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞ സാധനം കാണാം, അവിടെ എക്സ്റ്റൻഷൻസ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സാധനം, ആദ്യത്തെ സാധനം പ്രിറ്റിയർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ പ്രിറ്റിയർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട്, ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾക്ക് വേണ്ട എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് സർവർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട്, ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ള എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ, അത് രണ്ടും നിങ്ങൾ ഇതിനകത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗം എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ വിത്ത് ലൈവ് സർവർ എന്ന് പറഞ്ഞ സാധനം കണ്ട ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ സർവറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം.
അപ്പോൾ guys നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ എന്താണ് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ നോക്കാം. നമുക്ക് ഈ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ ഡോക് ടൈപ്പ്. ഇതാണ് ഡോക് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതാ. ദിസ് ഈസ് വാട്ട് ദിസ് ഈസ് കോൾഡ് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ. നിങ്ങൾ ഈ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ ടാഗ് ഇതിനെ ടാഗ് നമ്മൾ വിളിക്കുക. ഈ ഒരു സാധനത്തിന് നമ്മൾ ടാഗ് എന്ന് വിളിക്കുക ഇതിന് മൊത്തമായിട്ട്. ഇതാണ് ഡോക് ടൈപ്പ് ടാഗ്, ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ. അപ്പോൾ ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രൗസറിന് അത് തിരിച്ചറിയാൻ പറ്റും ഇതൊരു HTML ആണ്, ഇത് HTML-ന്റെ ഈ വെർഷൻ ആണ്, ഇതൊക്കെ എന്ത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അടുത്ത ഡോക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ HTML നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ട ആ സാധനങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ HTML എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഏത് വരെയാണോ നമ്മുടെ കോഡ് ചെയ്യേണ്ടത് അതുവരെ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഓപ്പൺ ചെയ്യാം അല്ലേ. ആദ്യം HTML എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, കണ്ടോ. ഇനി ഈ ഒരു സാധനത്തിനകത്താണ് നമ്മൾ മൊത്തം ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സാധനത്തിനകത്താണ് നമ്മൾ മൊത്തം ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം ഹെഡാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഹെഡ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് നമ്മൾ ഈ ഹെഡ് എന്ന് പറഞ്ഞ സാധനം ഹിഡൻ ആയിരിക്കും. നിങ്ങളുടെ സർവറിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഹിഡൻ ഇൻഫോർമേഷൻ ആയിരിക്കും ഈ ഹെഡ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് സൂക്ഷിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിനകത്ത് ഒന്ന് മാത്രമാണ് വിസിബിൾ. അതായത് നിങ്ങളുടെ ഇപ്പോൾ ബ്രൗസറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളുടെ ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ കണ്ടോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഈ ബാറിൽ, അതായത് ഈ ബ്രൗസറിന്റെ ഈ ബാറിൽ കണ്ടോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് എന്ത് നമ്മുടെ എന്ത് പറയുന്നത് ഈ ഹെഡ് എന്ന് പറയുന്നത്. ഹെഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, ടൈറ്റിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ടൈറ്റിൽ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ സാധനത്തിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സാധനം ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഹലോ വേൾഡ് എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടൈറ്റിലിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു ഹെഡ് എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്താണ് ഇടനായിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് എനിക്ക് വേണ്ട സാധനമാണ് ബോഡി. എന്താ ബോഡി എന്ന് പറഞ്ഞ സാധനം. ഈ ബോഡിനകത്താണ് ഞാൻ ഹെഡിങ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ബോഡിനകത്താണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഹെഡിങ് ഒക്കെ കൊടുക്കുന്നത്. ആ ഹെഡിങ്ങിന് വേണ്ടി ഞാൻ H1 എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നു, ദിസ് ഈസ് എ HTML ട്യൂട്ടോറിയൽ എന്ന് കൊടുത്തു. അപ്പൊ ഇതാണ് എന്റെ ഹെഡിങ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർട്ടിങ് ഹെഡിങ് ടാഗ്. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് ക്ലോസിങ് എൻഡിങ് ടാഗ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചെയ്ത കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈവ് സർവറിനകത്തൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് സർവർ എടുക്കുന്നു, ഓപ്പൺ വിത്ത് ലൈവ് സർവർ. എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ടൈറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ കണ്ടോ ദിസ് ഇസ് HTML ട്യൂട്ടോറിയൽ. നമ്മൾ കൊടുത്ത ഹെഡിങ് ആണ്. നമുക്ക് H1 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത ഹെഡിങ് ആണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ സാധനം HTML-നകത്ത് നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക ലൈവ് സർവർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം, കോഡിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇത്രയാണ് അതിനകത്തുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഈ ഹെഡിങ്ങിന് തൊട്ടടിയിൽ തന്നെ നമുക്ക് എന്ത് വേണം, ഈ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് താഴെ പാരഗ്രാഫ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ P എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്ത് യൂസ് ചെയ്യും, P എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യും. ഓക്കെ, P എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഈ ഹെഡിങ്ങിന്റെ അടിയിൽ നമുക്കൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഹലോ ദിസ് ട്യൂട്ടോറിയൽ ഈസ് ഫോർ ബിഗിനേഴ്സ് ഇങ്ങനെ കൊടുത്തു. ഇത് നമുക്ക് ഇനി ലൈവ് സർവറിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അത് സേവ് ചെയ്യണം കേട്ടോ, സേവ് ചെയ്യാണ്ട് റൺ ചെയ്യാൻ പറ്റില്ല. സേവ് ചെയ്തു, ഓപ്പൺ ലൈവ് സർവർ കൊടുത്തു. ഇതേ കണ്ടോ, ഹലോ ദിസ് ട്യൂട്ടോറിയൽ ഈസ് ഫോർ ബിഗിനേഴ്സ്. അതായത് ഈ ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ നമുക്കൊരു പാരഗ്രാഫ് പോലെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഗൈസ് ഈ ഹെഡിങ് തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ H1 ഹെഡിങ് നമ്മൾ കൊടുത്തോണ്ടോ, ഇവിടെ H1 എന്ന് പറഞ്ഞ എലമെന്റ്. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ താഴത്തോട്ട് പോകും. ഇത് പാരഗ്രാഫ് എലമെന്റ് എന്നാണ് വിളിക്കുക. ഈ ഒരു മൊത്തം സാധനത്തിന് നമ്മൾ പാരഗ്രാഫ് എലമെന്റ് എന്ന് വിളിക്കുക. ഈ ഒരു മൊത്തം സാധനത്തിന് നമ്മൾ H1 എലമെന്റ് എന്ന് വിളിക്കുക. ഈ ഒരു സാധനത്തിനാണ് നമ്മൾ H1 ഞാൻ പറഞ്ഞത് എൻഡിങ് ടാഗ് എന്ന് വിളിക്കുക. H1 സ്റ്റാർട്ടിങ് ടാഗ്, പാരഗ്രാഫ് സ്റ്റാർട്ടിങ് ടാഗ്, പാരഗ്രാഫ് എൻഡിങ് ടാഗ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് H2 എന്ന് പറഞ്ഞൊരു ഹെഡിങ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ഹലോ ആഡ് ചെയ്തു. ഓക്കെ, ഇനി H3 എന്ന് പറഞ്ഞ സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യാം. H3 ക്രിയേറ്റ് ചെയ്ത് അതിനകത്തും ഹലോ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ H4 ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, H4 ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഹലോ എന്ന് തന്നെ പറയുന്നു. ഇതേപോലെ H6 വരെ നമുക്കുണ്ട്. ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4, ഹെഡിങ് 5, ഹെഡിങ് 6 വരെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പല സൈസിലായിട്ട് നമുക്കുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ച എക്സാമ്പിൾ
ഞാൻ സേവ് ചെയ്തു. ഞാൻ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കും. കണ്ടോ, പല സൈസിലായിട്ടാണ് എനിക്ക് ഹെഡിങ് കിട്ടിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗുണം, H1 H2 H3 H4ൻ്റെ ഗുണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. ഇതിനകത്ത് ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ ഇത് പോട്ടെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു പാരഗ്രാഫ് എഴുതി. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ HTML വിക്കിപീഡിയ തരുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇത് കോപ്പി ചെയ്തു, ഇതുവരെ കോപ്പി ചെയ്ത് ഞാനിത് ഇതുവരെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോഡിൽ പോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യണം. ഈ പാരഗ്രാഫ് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇത് പേസ്റ്റ് ചെയ്തു. ഇത് പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താ, ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കുറച്ച് ഇങ്ങോട്ടാ വെറുതെ ആക്കിട്ടോ, ഒരു കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ടാ. ഈ പ്രെട്ടിയർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാണാൻ ഈ കോഡ് ഭയങ്കര ഫോർമാറ്റഡ് ആയിട്ട് രീതിയിലായിരിക്കും. ഭയങ്കര ഫോർമാറ്റഡ്, നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗി തന്നെ തോന്നും. പിന്നെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരു എന്താ കുറച്ച് കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടും കോഡിന്. ഇനി നമുക്ക് ഈ ഒരു ലൈന് ഇപ്പൊ ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് സേവ് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കട്ടെ, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. അപ്പൊ ഞാൻ ഇത് റൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയുണ്ടോ. ഇനി എനിക്ക് ഈ HTML ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്, ദ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഈ ഭാഗം വരെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം അടുത്ത ലൈനിൽ ആഡ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഒരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യും. കാണിച്ചു തരാം എക്സാമ്പിൾ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ എൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, BR എന്ന് പറഞ്ഞ ഒരു ബ്രേക്ക് ടാഗ് ഞാൻ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള സാധനം അടുത്ത ലൈനിനകത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുന്നു. കണ്ടോ, HTML ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്, ബാക്കിയുള്ളത് അതിൻ്റെ അടിയിൽ വന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യുക. ബ്രേക്ക് ടാഗ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ടു റിസീവ് HTML ഡോക്യുമെന്റ്സ്, അതിൻ്റെ അവിടെ ഞാനിപ്പോൾ ഒരു BR എന്ന് പറഞ്ഞൊരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തു, സേവ് ചെയ്തു, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, ആ ഭാഗം ഇവിടെ ബ്രേക്കായി. BR മീൻസ് ബ്രേക്ക് ആണ്. അപ്പോൾ അങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈസ് HTML വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ.